ഭാരതത്തിൻ്റെ ഒരു വീക്ഷണത്തിൽ നോക്കിയാൽ ഒരു പക്ഷേ വിവേകാനന്ദ സ്വാമിയോടൊപ്പമോ ശ്രീരാമകൃഷ്ണ പരമഹംസനോടൊപ്പമോ അതിനേക്കാൾ ഉപരിയായോ വളർന്നു നിൽക്കേണ്ടിയിരുന്ന ശ്രീനാരായണ ഗുരുവിനെ ജാതീകരിച്ചത് വാസ്തവത്തിൽ അദ്ദേഹത്തോട് ചെയ്തൊരു പാതകമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. അല്ല, തീർച്ചയായും ഗുരുദേവൻ ഇവരൊക്കെ ബ്രഹ്മദർശനം നേടിയവരാണ്. വിവേകാനന്ദ സ്വാമി, ശ്രീരാമകൃഷ്ണദേവൻ, ഗുരുദേവൻ, രമണ മഹർഷി, ഇവരൊക്കെ ശരിക്കും ബ്രഹ്മത്തെ കണ്ടവരാണ്. ബ്രഹ്മത്തെ കാണുന്നയാൾ ബ്രഹ്മമായി തീരുന്നു എന്നാണ് ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനം. അപ്പോൾ ഇവരൊക്കെ സാക്ഷാത് ബ്രഹ്മസ്വരൂപികളാണ്. ഗുരുദേവൻ അത് ദർശനമാലയിലും മറ്റും പലയിടത്തും വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പോൾ ഈ ബ്രഹ്മദർശനം അപൂർവം പേർക്കേ സാധിക്കൂ എന്ന് കൃഷ്ണൻ തന്നെ പറയുന്നു. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതിസിദ്ധയെ യതതാമഭിസിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വത. അനേകായിരം പേരിൽ ഒരാളായിരിക്കും യഥാർത്ഥ സത്യം കാണാൻ അനുഭവിക്കാൻ ശ്രമിക്കുന്നത്. സത്യത്തെക്കുറിച്ച് പ്രസംഗിക്കുകയും മറ്റും ചെയ്യുന്നവർ ധാരാളം കാണും. പക്ഷേ സത്യം അനുഭവിക്കാൻ ശ്രമിക്കുന്നവർ അനേകായിരം പേരിൽ ഒരാളാണ്. മരിച്ചുപോയ മകൻ്റെ അന്തിമാഭിലാഷം സാധിക്കാനായി, ശിവനെ കണ്ടെത്താനായി വേദങ്ങളുടെ അപാര ലോകത്തിൽ ദീർഘയാത്ര നടത്തിയ വ്യക്തിയാണ് അങ്ങ്. ആ യാത്രയിൽ അങ്ങ് ശിവനെ കണ്ടെത്തുകയുണ്ടായോ? തീർച്ചയായിട്ടും. ശിവനെ കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, ബ്രഹ്മം, ബോധം. യഥാർത്ഥ ശിവൻ ബ്രഹ്മമാണ്, വേറെ ഒരു ശിവനും ഇല്ല. മറ്റൊക്കെ നാമരൂപങ്ങളാണ്. വിഷ്ണുവും ശിവനും ഒക്കെ രൂപത്തിലുണ്ടെന്ന് കരുതുന്നത് വെറും നാമരൂപം. അതിലൊക്കെ ബ്രഹ്മമാണ് വസ്തു. ഞാൻ ആ ബ്രഹ്മത്തെ കണ്ടെത്തി. എങ്ങനെ കണ്ടെത്തി എന്ന് ചോദിച്ചാൽ ഗുരുദേവൻ്റെയും വിവേകാനന്ദ സ്വാമിയുടെയും ഒക്കെ അനുഗ്രഹം കൊണ്ട് ഇന്ന് എവിടെ നോക്കിയാലും എനിക്ക് ഉടൻ ബ്രഹ്മത്തെ ഓർമ്മിക്കാൻ കഴിയുന്നു സാർ. ഏത് കട്ടിപിടിച്ച ജഡവസ്തുവിൽ നോക്കിയാലും. കാരണം ബ്രഹ്മത്തിൽ ശക്തി സ്പന്ദിച്ചുണ്ടായതാണ് ഈ കട്ടിപിടിച്ച ജഡവസ്തു. അതൊക്കെ ഇന്ന് മോഡേൺ സയൻസിന് പോലും സമ്മതമാണ്. ഒരു ബ്രഹ്മത്തെ കണ്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഏതാണ്ട് ഇത് അവർക്ക് പോലും സമ്മതമാണ്. എനിക്കത് ഇന്ന് തടവ് കൂടാതെ അനുഭവിക്കാൻ കഴിയുന്നു. ആ അനുഭവത്തിൽ ഇതിലപ്പുറം ഇനി ഒന്നും കിട്ടാനില്ല. ധന്യോഹം 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 എന്ന് ഗംഭീരമായി അനുഭവിക്കുന്നു. തീർച്ചയായിട്ടും, സംശയമേ ഇല്ല. അല്ല, ഇത്രയും ശാന്തതയും സന്തോഷവും ഒക്കെ അങ്ങ് അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ സമൂഹത്തിൽ അധികം പേരും വളരെയേറെ അസ്വസ്ഥരാണ്. പല കാരണങ്ങളാൽ അസ്വസ്ഥരാണ്. എന്താണ് ഇതിന് അടിസ്ഥാന കാരണം? ശാസ്ത്ര സത്യം ബുദ്ധിക്ക് പിടികിട്ടാത്തിടത്തോളം ഏത് ഗംഭീരനും ജീവിതം ദുഃഖത്തിൽ തന്നെ കലാശിക്കും, അവസാനിക്കും. ഈ മാനസിക സംഘർഷത്തിൽ നിന്ന് മോചനം നേടുന്നതിന് ആധ്യാത്മികതയുടെ വഴി മാത്രമാണ് മാർഗമെന്നാണ് അങ്ങേക്ക് തോന്നിയിട്ടുള്ളത്? വേറെ ശാസ്ത്രീയമായ സത്യം നമ്മുടെ ഉപനിഷത്തുകളിലല്ലാതെ മറ്റൊരിടത്തും അതില്ല. അപ്പോൾ ആ ഉപനിഷത്തുകൾ ആധ്യാത്മികത എന്നൊന്നും അതിന് പേര് പറഞ്ഞിട്ട് കാര്യമില്ല. വേദാന്തം അഥവാ ഉപനിഷത്ത് ശാസ്ത്രീയമായി സത്യം വെളിപ്പെടുത്തി തരുന്ന ശാസ്ത്രഗ്രന്ഥം. അത് പഠിക്കൂ, വേറെ മാർഗമില്ല. 3 രാമായണങ്ങളെക്കുറിച്ച്, തുളസി രാമായണത്തെയും ആധ്യാത്മിക രാമായണത്തെയും വാൽമീകി രാമായണത്തെക്കുറിച്ചൊക്കെ 3-4 വർഷം എടുത്ത് അഗാധമായ പഠനം നടത്തിയതിന് ശേഷം തയ്യാറാക്കിയ പ്രബന്ധം എന്ത് കൊണ്ടാണ് അങ്ങ് പ്രസിദ്ധീകരിക്കാതിരുന്നത്? എൻ്റെ ചിന്ത തന്നെ മാറിപ്പോയി. അരവിന്ദൻ്റെ ശാന്തഗംഭീരമായ മരണം കണ്ടതോടുകൂടി ഈ രീതിയിൽ മരണത്തെ സമീപിക്കാൻ പറ്റുന്ന മാർഗം അന്വേഷിച്ച് ഞാൻ തിരിഞ്ഞുപോയി. അപ്പോൾ എന്തുകൊണ്ടോ എനിക്ക് പിന്നെ ഒരു ശ്രദ്ധ ഈ എൻ്റെ തീസിസിലേക്ക് വന്നതേയില്ല. എങ്കിൽ പോലും വളരെ പഠനം നടത്തിയിട്ടുള്ള ഒരു പ്രബന്ധമായതുകൊണ്ട് തലമുറകൾക്ക് മനസ്സിലാക്കാനായി അത് നൽകുക എന്നുള്ളൊരു ബാധ്യത, അല്ലെങ്കിൽ ഈ ആ മരണത്തിൻ്റെ ദുഃഖത്തിലേക്ക് വീണ്ടും തിരിച്ചു പോകേണ്ടി വരുമെന്ന് തോന്നിയത് കൊണ്ടാണ്? ദുഃഖമില്ല. അല്ല, ദുഃഖം അവിടെ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഭയപ്പെട്ടത് കൊണ്ടാണോ? അല്ല, ഈ വേദാന്ത സത്യം അന്വേഷിക്കുകയും കുറച്ചെങ്കിലും അനുഭവിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് അതിൽ കവിഞ്ഞ് പിന്നെ ഒന്നും നേടാനില്ല,
ഒന്നും ലോകത്തിന് കൊടുക്കാനുമില്ല സാർ. വിവേകാനന്ദ സ്വാമികൾ അവസാനം പറയുന്നത് എന്താണെന്നോ, ഗ്ലാഡ് ഐ വാസ് ബോൺ, ഗ്ലാഡ് ഐ ഡിഡ് ബിഗ് ബ്ലണ്ടേഴ്സ്. ചിക്കാഗോവിൽ പ്രസംഗിച്ചതുൾപ്പെടെ ഒക്കെ കർമ്മം ബ്ലണ്ടേഴ്സ്. കാരണം ഈ സത്യത്തെ അനുഭവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റ് ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ നിഷ്പ്രയോജനം സാർ. എന്നുവെച്ചാൽ അവസാനം ആരും ശാന്തി അനുഭവിക്കുന്നില്ല. എന്ത് സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചിട്ടും അലക്സാണ്ടറെ പോലെയുള്ളവർക്ക് ശാന്തി അനുഭവിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഈ ശാന്തി, പൂർണ്ണ ശാന്തിയല്ലേ നമ്മുടെ ലക്ഷ്യം, സുഖം. അതനുഭവിക്കാൻ ശാസ്ത്രീയമായ ഉപനിഷത്ത് സത്യം ഗ്രഹിക്കുകയല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അങ്ങയുടെ വേദങ്ങളിലൂടെ അല്ലെങ്കിൽ ശ്രീനാരായണ ദർശനങ്ങളിലൂടെയുള്ള ഈ ദീർഘമായ യാത്രയിൽ അങ്ങ് എവിടെ നിന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു എന്ന കാര്യത്തിൽ ഒരു പൂർണ്ണ ബോധ്യം വരിക ഉണ്ടായിട്ടുണ്ട്? പൂർണ്ണ ബോധ്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരിടത്തുനിന്നും വരുന്നില്ല, ഒരിടത്തേക്കും പോകുന്നില്ല. സർവത്ര നിശ്ചലമായി നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മം, ബോധം. ബാക്കിയൊക്കെ നാമരൂപങ്ങൾ. നാമരൂപങ്ങൾ പോലും യഥാർത്ഥത്തിൽ വരാൻ സാധ്യമല്ല. കാരണം എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തുവിൽ നാമരൂപങ്ങൾ പോലും മരുമരീച്ചുക, അതായത് കാനൽ ജലം, അതുപോലെ വരാൻ പറ്റൂ. അല്ല, ഈശ്വരനെ തൊട്ടറിഞ്ഞു എന്ന് പറയാവുന്ന അനുഭവങ്ങൾ എപ്പോഴെങ്കിലും അല്ല, അങ്ങയുടെ ജീവിതത്തിലൂടെ? തൊട്ടറിഞ്ഞതല്ല, ഈശ്വരനുമായി ഏകീഭവിച്ചു. അനുഭവം എന്താ? ആരെക്കുറിച്ചും ഒന്നിനോടും പ്രത്യേകിച്ച് അറ്റാച്ച്മെൻ്റ് ഇല്ല, സംഘമില്ല, ഒന്നിനോടും വിദ്വേഷവുമില്ല, ആനന്ദാനുഭവം മാത്രം. ഇതാണ് ആ അനുഭവത്തിൻ്റെ രഹസ്യം. തൊട്ടറിയുകയല്ല സാർ, നമ്മളത് തന്നെ എങ്ങും നിറഞ്ഞു നിൽക്കുന്നു, സംശയത്തിൻ്റെ കണിക പോലുമില്ല. പിന്നെ എന്താ? ഞാനും രണ്ടല്ല, അഹം ബ്രഹ്മാസ്മി. പിന്നെ എന്ത് തൊട്ടറിയൽ? തത്വമസി, ഇതൊക്കെയല്ലേ ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ. ഈ ജീവിതത്തിൻ്റെ സന്ധ്യയിൽ ഇനി എന്തെങ്കിലും ഒരു പ്രധാന ദൗത്യം കൂടി നിർവഹിക്കാനുണ്ട് എന്ന് സാറിന് തോന്നിയിട്ടുണ്ട്? ഇല്ല, ഒരു ദൗത്യവുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ ഇത് പറഞ്ഞ് നടക്കുക. ഞാനിപ്പോഴും അത് ചെയ്യുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ കൊല്ലത്തൊക്കെ വലിയൊരു ഗീത മഹോത്സവമൊക്കെ ഉണ്ടായിരുന്നു, 10 ദിവസം അവിടെ പോയിരുന്നു. ഇനിയിപ്പോൾ കൊല്ലത്ത് ഗുരുദേവഗീതകളെക്കുറിച്ചും ഉപനിഷത്തിനെക്കുറിച്ചുമൊക്കെ പ്രഭാഷണം നടത്താൻ പോകുന്നുണ്ട്. എനിക്ക് വിശേഷിച്ച് താല്പര്യമുണ്ടായിട്ടല്ല, ഈ ശരീരം ഇരിക്കുന്നിടത്തോളം അത് എത്ര കണ്ട് ലോകത്തെ നന്നാക്കുമെന്നോ നന്നാക്കുകയില്ലെന്നോ ചിന്തയില്ല. ഇതങ്ങ് ഒരു വിവേകാനന്ദ സ്വാമി പോലെ പറയും പോലെ പറഞ്ഞു നടക്കുക, കേൾക്കുന്നവർ കേൾക്കട്ടെ, അല്ലാത്തവർ കേൾക്കണ്ട. മാനവരാശിയുടെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് ഒരു ശുഭാപ്തി വിശ്വാസിയാണ്? അല്ല സാർ, മാനവരാശിയുടെ ഭാവി ഭാഗവതത്തിൽ ഒക്കെ ഭംഗിയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടി കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ലക്ഷക്കണക്കിന് മക്കൾ. പലരും ചോദിക്കാറുണ്ട്, ഇത്രയും മക്കളൊക്കെ എങ്ങനെ ഉണ്ടായി? അതാണ് മാനവരാശി. ആ മക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അങ്ങേക്കറിയാമല്ലോ. എല്ലാവരും മദ്യം കുടിച്ച് മതിച്ച് ഏരക പുല്ലെയ്ത് മരിച്ചു വീണു. കൃഷ്ണൻ 10 അടി അകലെ നോക്കി നിന്ന് സന്തോഷിച്ചു എന്നാണ് വ്യാസൻ പറയുന്നത്. കാരണം ഇതൊരു ഇന്ദ്രജാലമാണ്. ഇവിടെ ആരും മരിക്കുന്നില്ല. വാസ്തവത്തിൽ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഏതാണ്ട് കൃഷ്ണൻ്റെ മക്കൾക്ക് സംഭവിച്ച ആ അന്ത്യം നമ്മുടെ ഭൂമിയിലെ മാനവരാശിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നെനിക്ക് സംശയമുണ്ട്.